ഗൈസ്, അപ്പം നമ്മൾ അടുത്തതായിട്ട് പോകുന്ന ഒരു കിടിലൻ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേരും കിടിലനാണ്, ഗവി. ഗവിയിൽ എന്തോരം ഭംഗിയല്ലേ ഗവി കാണാൻ. അതുപോലെ തന്നെ ഗവിയെ പോലെ അല്ല, വേറിട്ട ഒരു ഭംഗിയാണ് ഈ റെസ്റ്റോറൻറ്റിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും വെള്ളമാണ്. ഒരു 2 ബോട്ട് പോലത്തെ സാധനത്തിൻ്റെ മണ്ടയ്ക്കായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് പണിഞ്ഞിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ചീനവലകളും അല്ലാതെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാം. അതിന് മുമ്പ് ഈ ആംബിയൻസ്, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ ആംബിയൻസ് പറയുകയാണെങ്കിലും ഭയങ്കര ഹൈജീനാണ്. അപ്പോൾ ഉള്ളും പുറവും നന്നായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഭക്ഷണത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഊണും കണവ റോസ്റ്റുമാണ്. അപ്പോൾ ഊണിൻ്റെ കൂടെ വരുന്ന സാധനങ്ങളാണ് ഈ സൈഡിൽ കാണുന്നതല്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാം. അത് നമ്മൾ ചോറ് വിളമ്പി ഇതിൻ്റെ കൂടെ ഉള്ളത് സാമ്പാർ, തോരൻ, മീൻകറി, കേരക്കറി കേട്ടോ, പപ്പടം, അച്ചാറുകൾ ഉണ്ട്. പിന്നെ കണവയും കൂടെ മേടിച്ചായിരുന്നു. കണവയുടെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർ ഡൂപ്പർ അടിപൊളി ഹിറ്റ് സാധനം എന്ന് പറയാം. കണവ ഈവൻലി കുക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് മസാലകളോ സ്പൈസൊന്നും അധികം ചേർക്കാതെ നമുക്ക് അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കണവയുടെ. ഇനി ഇതിൻ്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ ഈ ഒത്തൻറ്റിക് ടേസ്റ്റ് ആയതുകൊണ്ടാവാം പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. എന്നാലും ക്വാളിറ്റി സാധനം തന്നെയാണ് കഴിച്ചത്. കണവയ്ക്ക് 350 രൂപയും ഊണിന് 100 രൂപയാണ്. അപ്പം ഇത്ര അടിപൊളി വ്യൂ ആയി നമുക്ക് നന്നായിട്ട് ഫുഡ് പീസ്ഫുള്ളി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഗവി റെസ്റ്റോറൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ പോയി ഏത് ഫുഡാണ് ഈ ഇടം കഴിച്ചിട്ട് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണേ. അപ്പം മാത്രമുള്ള ഗൈസ്, പറ്റുമെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി യു ലവ് the food and the view. But that's it guys, hope you liked the video. Bye.